ആത്മാവിനെ ഒഴിപ്പിക്കാൻ വേണ്ടി ബംഗാളിൽ നിന്ന് വന്ന് ഒരു ആശ്രമമായിട്ട് ബന്ധപ്പെട്ട ആൾ തന്നെയാണ്. അതിനകത്ത് മച്ചിനകത്ത് താമസമുണ്ട്. ആത്മാവ് അവിടെ ഉണ്ട്, അതിനകത്ത് തന്നെ ഉണ്ട്. അത് പുറത്തു പോയിട്ട് അവിടെ തന്നെ ഉണ്ട്. അതുപോലെയാണ് ഈ ആത്മാവ് എന്ന് പറഞ്ഞത്. ഇതിനെ പിടിച്ചടക്കുന്ന സമയത്ത് എന്തെങ്കിലും അവിടെ ഇവരെ ബ്ലോക്ക് ചെയ്ത് വയ്ക്കുന്ന സമയത്ത് ആ ബ്ലോക്ക് ചെയ്ത് അതിനെ കൊണ്ടുവന്ന് കംപ്ലീറ്റ് മന്ത്രങ്ങൾ പറഞ്ഞ് ആവാഹിച്ച് പൂർണ്ണ രൂപയിൽ കൊണ്ടുവന്ന് അതിനകത്ത് ആവാഹിക്കണവരെയും അതിനാ ശക്തിയാണ്. ഒരാളുടെ രൂപത്തിൽ അയാൾ ആ വേഷത്തിൽ അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഒരാൾ നിൽക്കുന്നതാണ്. നമ്മൾ അദ്ദേഹം എന്താ രാത്രി ഉറങ്ങില്ലേ, ഇങ്ങനെ നിൽക്കുന്നു. അദ്ദേഹം ഞാൻ ഉറങ്ങണമെന്ന് വിചാരിച്ചു, ഞാൻ അദ്ദേഹം ഉറങ്ങണം. പക്ഷേ രണ്ടുപേരും ഈ കാഴ്ച കാണുന്നു. പകുതിയിൽ വന്നു പെട്ടെന്ന് അത് തിരിഞ്ഞ് അങ്ങോട്ട് നടന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ എത്തി നോക്കി. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഞാൻ ഒരു 3 ദുർമരണം വരെ ഉണ്ടാക്കി. അപ്പോൾ ആദ്യം ശക്തി ആർജിച്ചപ്പോൾ ഇത് തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ആവാഹിച്ചെടുത്തിട്ട് അതിനെക്കൊണ്ട് തിരുവല്ലത്തോണ്ട് ഒഴുക്കി. അപ്പോഴേ അതേ പോകുമ്പോൾ ഒരു വാക്ക് പറഞ്ഞു, ഒന്നും കൂടെ ഉണ്ടാവും, അതുകൊണ്ട് കുറച്ച് ശ്രദ്ധിച്ചിരിക്കണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പറഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ അടുത്തൊരു മരണം കൂടെ അതുപോലെ സംഭവിച്ചു. ചേട്ടൻ്റെ ജീവിതത്തിൽ ചേട്ടനെ ഭയപ്പെടുത്തിയ ഏതെങ്കിലും തരത്തിലുള്ള പ്രേത കഥകളുണ്ടോ? ഇവിടുന്ന് ഒരുപാട് അനുഭവങ്ങളുണ്ട്. നമ്മൾ ആത്മീയ ജീവിതമായിട്ട് നയിക്കുന്ന കാലത്തുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പം നമ്മൾ ആ സമയത്ത് നമ്മൾ അമാനുഷ്യമായ വ്യക്തികളുടെ രൂപങ്ങൾ കാണാൻ കഴിയും. അപ്പം ഞങ്ങൾക്ക് ഇപ്പം നമ്മളൊരു ആശ്രമമായിട്ട് ബന്ധപ്പെട്ട് ഇതാണ്, അതായത് നടന്നതാണ്. അതായത് ആശ്രമമായിരുന്നില്ല, ഒരു ബ്രാഹ്മണ കുടുംബത്തിൻ്റെ ഒരു വീടായിരുന്നു. അപ്പോൾ അവർ ഇങ്ങനെ ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്തോ ഒരു ഫാമിലി ഇഷ്യൂസായിട്ട് വന്നിട്ട് അവിടെ ഒരു പെൺകുട്ടി, ഒരു 20 വയസ്സുള്ള ഒരു പെൺകുട്ടി, അവർ അതിനകത്ത് സൂയിസൈഡ് ചെയ്തു. അത് തൂങ്ങി മരിക്കാനുണ്ടായി. തൂങ്ങി മരിച്ചതിന് ശേഷം അവരൊരു ട്രഡീഷണൽ ഫാമിലി ആയതുകൊണ്ട് അവർ പിന്നെ അവിടെ താമസിക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ ഈ ഇതുമായിട്ട് അവർക്ക് സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ അവിടെ വീട് മാറി പോവുകയും പിന്നെ വീട് അടച്ചിടുകയാണ് ചെയ്തത്. പിന്നെ അവർ കുറച്ച് കാലം കഴിയുമ്പോൾ അവർ പിന്നെ വാടക കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുത്തപ്പോൾ വേറൊരു ഫാമിലി താമസിക്കാൻ വന്നു. അവർക്ക് താമസിച്ചപ്പോഴത്തേക്ക് അവർക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ട് അതിനകത്ത്. അതുപോലെ എന്തോ അമാനുഷ്യമായി കണ്ടു പേടിച്ചു എന്ന് പറഞ്ഞാൽ അവർ മാറിപ്പോയി. പിന്നെ അവിടെ ആരും താമസിക്കാൻ വരാതെയായി. പിന്നെ അങ്ങനെ ഇന്നപ്പോഴത്തേക്ക് ഇങ്ങനെ കുറേ ദിവസം അടച്ചിടുന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു ആശ്രമമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്ഥലം അവർ നോക്കിയപ്പോഴത്തേക്ക് അവർക്ക് ഈ താമസിക്കാൻ ആശ്രമത്തിന് ഇവർ വാടകയ്ക്കും കൊടുത്തു. പിന്നെ ആശ്രമത്തിൽ അവർ അത് ഏറ്റെടുത്ത് അവർ അവിടെ പൂജയും കാര്യങ്ങൾ അവരെ പ്രതിഷ്ഠയും ചെയ്ത് അവർ പൂജയും ചെയ്ത് നടക്കുന്ന സമയത്ത് ഒരു 2-3 വർഷം അങ്ങനെ അവർ പോയപ്പോൾ തന്നെ അവർക്ക് ചില ബുദ്ധിമുട്ടുകൾ നടന്നതായിട്ടും അവിടെ ബ്രഹ്മചാരികളാണ് നിന്നത്. ബ്രഹ്മചാരീസാണ് താമസിക്കുന്നത്. ബ്രഹ്മചാരികൾ അവർക്ക് കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അവർ പല വർഷം പ്രശ്നങ്ങൾ അങ്ങനെ വന്നെന്ന് പറഞ്ഞു. അങ്ങനെ അന്വേഷിച്ച് അവർ നോക്കിയപ്പോൾ അവരുടെ അടുത്ത് ആ ഓണറിനെ വിളിച്ചപ്പോഴത്തേക്ക് എൻ്റെ ഓണറിനടുത്ത് വിളിച്ച് കാര്യം ചോദിച്ചാൽ അവർ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. നമ്മൾ കുടുംബത്തിൽ ചേട്ടനാണ് താമസിച്ചത്. ചേട്ടൻ്റെ കുടുംബത്തിൽ ചേട്ടൻ്റെ മോള് ഇങ്ങനെ സൂയിസൈഡ് ചെയ്തു. അതൊരു സംഭവം വന്നു, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ ആശ്രമമായതുകൊണ്ട് വേറെ പ്രശ്നങ്ങളും വരുന്നില്ല. അപ്പം ദൈവത്തിനെ പ്രതിഷ്ഠിക്കുന്ന അമ്പലമാണല്ലോ, അത് പ്രശ്നമല്ല. അപ്പോൾ അവർ പിന്നെ അത് മനസ്സിലാക്കിയപ്പോഴത്തേക്ക് ഇവർ പിന്നെ വീണ്ടും ഈ അറിഞ്ഞതിന് ശേഷം വീണ്ടും പ്രശ്നങ്ങൾ കൂടി വരികയാണുണ്ട്. അവിടെ കൂടി വരുന്നത് വെച്ചാൽ വല്ലപ്പോഴൊക്കെ സംഭവിച്ചപ്പം ഇവർ രാത്രി ഉറങ്ങുമ്പോൾ അവർക്കൊരു ഉപദ്രവമായിട്ട് വരികയും ചില രീതിയിലുള്ള രൂപങ്ങൾ കാണുകയും ചെയ്യുമ്പോഴത്തേക്ക് ഇവർക്ക് പിന്നെ അതിനെങ്ങനെയെങ്കിലും എടുത്ത് മാറ്റണമെന്നുള്ള രീതിയിൽ ഒരു തീരുമാനമായി. അങ്ങനെ ഇവർ ബംഗാളിൽ നിന്ന് ഒരു സന്യാസി വരാൻ, അത് അദ്ദേഹം ഈ വരുന്ന ആൾ ഇത്തിരി പൂജയും കാര്യങ്ങളൊക്കെ ഒഴിവൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. പുള്ളി ആശ്രമമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ കഴിയണം. അപ്പോൾ അദ്ദേഹത്തിന് ഒരു അന്വേഷണം അതിനൊരാളിനെ കിട്ടി. അദ്ദേഹം വന്നു ആത്മാവിനെ ഒഴിപ്പിക്കാൻ വേണ്ടി ബംഗാളിൽ നിന്ന് വന്ന് ഒരു ആശ്രമമായിട്ട് ബന്ധപ്പെട്ട ആൾ തന്നെയാണ്. ഒരുപാട് സെൻ്റർ ഉണ്ടല്ലോ. അങ്ങനെ അവർ ആശ്രമമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ അണ്ടറിൽ നിന്ന് ഒരാളിനെ കണ്ടെത്തി അദ്ദേഹം അവിടെ നിന്ന് വന്നു. അവിടെ പത്മനാഭ ക്ഷേത്രത്തിൽ ദർശനമൊക്കെ എടുത്ത് അദ്ദേഹം വന്നിട്ട് അദ്ദേഹം ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു. അദ്ദേഹം നോക്കിയിട്ട് ആദ്യം പറഞ്ഞത് നിങ്ങൾ പറഞ്ഞ ശരി സംഭവം ഉണ്ട് ഇതിനകത്ത്. അത് ഇതിനകത്ത് മച്ചിനകത്ത് താമസമുണ്ട്. ആത്മാവ് അവിടെ ഉണ്ട്, അതിനകത്ത് തന്നെ ഉണ്ട്. അത് പുറത്തു പോയിട്ട് അവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം നോക്കാമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒഴിവൊക്കെ വെച്ച് നോക്കിയിട്ട് ഒരു ദിവസം കുറിച്ചു. ആ ദിവസം ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി. അപ്പം ഇവരുടെ അടുത്തെല്ലാം ഒരുങ്ങി നിൽക്കാൻ പറഞ്ഞു. അവർ ഒരുങ്ങി നിന്നു. അപ്പോൾ രാത്രിയാകുമ്പോഴത്തേക്ക് ഇദ്ദേഹം അതിനകത്ത് പൂജയും ചെയ്ത കൂട്ടത്തിൽ ഡോറെല്ലാം അടച്ചിട്ട് പൂജ നടത്താണ്. പൂജ നടത്തി ഒരു പകുതി ആയപ്പോഴത്തേക്ക് ഈ കൂടെ നിന്ന ആശ്രമത്തിൽ കൂടെ നിന്നൊരു ബ്രഹ്മചാരി പെട്ടെന്ന് ഡോറ് തുറന്ന് വെളിയിൽ പോയപ്പോഴത്തേക്ക്
ഈ സാധനത്തിന് അദ്ദേഹം അത്രയും തപോബലം കൊണ്ട് ഒതുക്കിക്കൊണ്ടു അതിനെ ആവാഹിക്കേണ്ട സമയമാകുമ്പോഴത്തേക്ക് ആ സമയത്ത് ഇദ്ദേഹം തുറന്നതിന് ശേഷം അത് ചാടിപ്പോയി. ആ കഥവ് തുറന്നുകൊണ്ട് അത് ചാടിപ്പോയി എന്നാണ് അത് പറയുന്നത്. അതായത് ആ കഥവ് തുറന്ന ആത്മാവ് അതിനകത്ത് വിളിച്ച് വരുത്തി അങ്ങനെ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന സമയത്ത് ഇതിനെ നമ്മൾ ആ പൂജയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ, ആ പ്രകൃതി ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് നിൽക്കുന്നത്, അവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ അതിലൂടെ സഹകരിച്ച് നിൽക്കണം. ഇത് കൊണ്ടുവരുന്ന സമയത്ത് എപ്പോഴാണ് നമ്മളൊരു പാമ്പിനെ പിടിച്ച് അതിനെ ഒരു കവറിലാക്കുന്ന അല്ലെങ്കിൽ കുപ്പിയിലാക്കുന്ന സമയത്ത് അങ്ങനെ കയറി ഇപ്പോൾ കംപ്ലീറ്റ് പൂർണ്ണരൂപം കയറുന്നവർ നമ്മൾ ക്ഷമയോടെ ഇരിക്കണം. എന്തെങ്കിലും തട്ടി വെച്ചാൽ അപ്പം തന്നെ അവിടെ നിന്ന് ചാടി വന്നാൽ തിരിച്ച് അറ്റാക്ക് ചെയ്യും. അതുപോലെയാണ് ഈ ആത്മാവെന്നുള്ളത്. ഇതിനെ പിടിച്ചടക്കുന്ന സമയത്ത് എന്തെങ്കിലും അവിടെ ഇവർ ബ്ലോക്ക് ചെയ്ത് വയ്ക്കുന്ന സമയത്ത് ആ ബ്ലോക്ക് ചെയ്ത് അതിനെ കൊണ്ടുവന്ന് കംപ്ലീറ്റ് മന്ത്രങ്ങൾ പറഞ്ഞ് ആവാഹിച്ച് പൂർണ്ണ രൂപയിൽ കൊണ്ടുവന്ന് അതിനകത്ത് ആവാഹിക്കണവരെയും അതിനാ ശക്തി കാണും. എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് കഴിഞ്ഞാൽ അത് അപ്പം തന്നെ ചാടിപ്പോൾ പിന്നെ അതിനെ പിടിക്കാൻ പാടായിരിക്കും. പിന്നീട് അപ്പോൾ എന്ത് സംഭവിച്ചു? അദ്ദേഹം നോക്കിയപ്പോഴത്തേക്ക് അത് പിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ അത് ചാടിപ്പോയി എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞ് ഇനി എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ദേഷ്യത്തിൽ ഇറങ്ങിപ്പോയി. അദ്ദേഹം പറഞ്ഞ രീതിയിൽ ഇവരാരും സഹകരിച്ചില്ല, അതുകൊണ്ട് അത് ചാടിപ്പോയി. അതിന് ഉള്ളിൽ നടന്ന എന്തെന്ന് അറിയില്ല, നമ്മളിത് പറഞ്ഞ് കേട്ട സംഭവമാണ്. അപ്പോൾ ഇത് കുറേ സംഭവം നടന്ന ഒരു 5-6-7 വർഷം അങ്ങനെ കഴിഞ്ഞ് പിന്നെ അത് നടക്കുമ്പോഴും പിന്നെ വലിയ പ്രശ്നമല്ല. കാരണം ആ തൽക്കാല ആശ്വാസത്തിന് ഇത് എന്തോ ചെയ്തു വെച്ചിട്ട് പോയി, അതിന് വലിയ ഉപദ്രവം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോകുന്നത്. അതിനുശേഷം വലിയ ഉപദ്രവങ്ങളും ഉണ്ടായിട്ടില്ല അതിനകത്ത്. പിന്നെ ഇവർ മാറി വരികയും ഓരോ ആചാര്യന്മാർ വരുമല്ലോ, ഓരോരോ കാലഘട്ടങ്ങളിൽ ഓരോ ആശ്രമം തന്നെ ഓരോ കാലത്ത് ഓരോരോ ആചാര്യന്മാരുണ്ടെന്ന് നോക്കുന്നത്. അങ്ങനെ വന്ന് പോയി അങ്ങനെ കാലഘട്ടം മാറി. അങ്ങനെ കുറച്ച് ദിവസമാകുമ്പോഴത്തേക്ക് ഞാൻ അതുപോലെ അവിടെ നിന്ന് പോകാറുണ്ട്. പോയി അവിടെ ചെന്ന് ക്ഷേത്രത്തിൽ തൊഴാറുണ്ട്. നമ്മൾ അവിടെ സൺഡേ പ്രോഗ്രാം ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട്. ചില ദിവസം ഞാൻ അവിടെ തങ്ങാറുമുണ്ട്. അങ്ങനെ തങ്ങിയ സമയത്ത് അവിടെ സഹായിക്കാണ്ട് ഞാൻ കൂടി. അപ്പം മിക്ക ദിവസം ഞാനവിടെ രാത്രി വരെ സഹായിക്കാണ്ട് കൂടെ അവിടെ തന്നെ കിടന്നുറങ്ങുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഞാനും പൂജാരിയും ഒരു റൂമിലാണ് കിടന്നുറങ്ങുന്നത്, ഹാളിനകത്ത്. അങ്ങനെ ഞാൻ ഒരു ദിവസം അങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് രാത്രി ഒരു 10-12 മണിയായെന്ന് തോന്നുന്നു. അപ്പോൾ കിടന്നുറങ്ങുന്ന സമയത്ത് കൂടെ ഉള്ള ഒരാളുടെ രൂപത്തിൽ അയാൾ ആ വേഷത്തിൽ അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഒരാൾ നിൽക്കുന്നതാണ്. നമ്മൾ ഇദ്ദേഹം എന്താ രാത്രി ഉറങ്ങിയില്ലേ ഇങ്ങനെ നിൽക്കുന്നു. കാരണം ആ വ്യക്തി അപ്പുറത്തെ റൂമിൽ കിടക്കുകയാണ്. കാരണം നമ്മൾ അതേ എണിച്ച് പോയതായിരിക്കും എന്ന് വിചാരിച്ചു. ഇങ്ങനെ നിന്ന് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അടുത്ത് വന്നു. അപ്പോൾ ഈ വരുന്ന കാഴ്ച ഞാൻ ഈ പൂജാരിയും കാണുകയാണ്. അപ്പോൾ രണ്ടുപേരും അനങ്ങാതെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അദ്ദേഹം ഞാൻ ഉറങ്ങണമെന്ന് വിചാരിച്ചു, അദ്ദേഹം ഉറങ്ങണമെന്ന് വെച്ചാൽ രണ്ടുപേരും ഈ കാഴ്ച കാണുന്നു. പകുതിയിൽ വന്നു പെട്ടെന്ന് അത് തിരിഞ്ഞ് അങ്ങോട്ട് നടന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ എത്തി നോക്കി. അപ്പോൾ പെട്ടെന്ന് ഞാൻ നമ്മൾ എണീറ്റ് അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് അത് മുകളിൽ സ്റ്റെപ്പിലോട്ട് കയറുന്ന കാഴ്ചയാണ്. സ്റ്റെപ്പിലോട്ട് അത് കയറിപ്പോകുന്നു. അപ്പോൾ ഞാനത് ഈ അർദ്ധരാത്രി എവിടെ പോകുന്നത്? കാരണം രാവിലെ 5 മണിക്ക് എണീച്ച് നിർമ്മാലയം തൊഴണം. പകുതി എണീച്ച് പോയപ്പോൾ എനിക്കെന്തോ പെട്ടെന്ന് തോന്നി. ഞാനങ്ങ് തിരിച്ചു വന്ന് ഇവിടെ നിന്ന് കിടന്നു. അപ്പോൾ ഈ കാഴ്ച കണ്ടിട്ട് ഇദ്ദേഹം അനങ്ങാതിരിക്കുകയാണ്. കുറച്ച് നോക്കിയത് ഈ സംഭവം മുകളിൽ പോയ സാധനം നമ്മൾ തൊട്ടടുത്ത് നിൽക്കുന്നതാണ് കാഴ്ചയാണ്. അപ്പോൾ ഈ കാഴ്ച നിൽക്കാനുണ്ട്. ഉടനെ ഇദ്ദേഹം എന്തോ ഒരു സാധനം കയ്യിൽ വെച്ചിട്ടാണ് ഉറങ്ങുന്നത്. മന്ത്രവടി ഒരു സാധനം അതേ ഉടനെ എടുത്തിട്ട് ഇങ്ങനെ അടിച്ചപ്പോൾ അത് അപ്രത്യക്ഷമായി. അപ്പോൾ ആ സമയത്ത് മിണ്ടിയില്ല. പിറ്റേ ദിവസം രാവിലെ ഒരു 10 മണിയായപ്പോഴാണ് അദ്ദേഹം വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ സംഭവം നടന്നത്, അതുകൊണ്ട് ഇവിടെ ഉണ്ട് എന്ന രീതിയിൽ അദ്ദേഹം പറയുന്നു. അപ്പം നമ്മൾ പിന്നെ ആരെ പൂജയും കാര്യവും പോകുന്നതുകൊണ്ട് നമുക്ക് പിന്നെ ആ രീതിയിലുള്ള നമ്മളിപ്പോൾ നരസിംഹമൂർത്തിയെ ഉപാസിച്ച് അങ്ങനെ പോകുന്നതുകൊണ്ട് നമുക്ക് പിന്നെ തോന്നിയില്ല. പക്ഷെ നമ്മളപ്പോഴും ദൃഢമായിട്ട് ആത്മീയ ബലം ഉണ്ടെങ്കിൽ നമ്മളൊന്നും ചെയ്യില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസം ഉള്ളതുകൊണ്ടും നമ്മൾ ആത്മീയയിലോട്ട് കൂടുതൽ അതിൽ ശ്രദ്ധ കൊടുത്താൻ തുടങ്ങിയതുകൊണ്ടും അത് നമ്മൾ ഉപദ്രവിച്ചില്ല എന്നുള്ളതാണ്. ഇത് എൻ്റേതായിട്ടുള്ള അനുഭവമാണ്. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൻ്റെ ശക്തി ആർജിച്ചു എന്നാണ് പറയുന്നത്. ഈ ശക്തി ആർജിച്ചപ്പോഴത്തേക്ക് അത് അവിടെ ഒരു 3 ദുർമരണം വരെ ഉണ്ടാക്കി. അപ്പോൾ ശക്തി ആർജിച്ചപ്പോൾ ഇത് തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ഇതിന് ശക്തി ആർജിച്ചു, ഏതൊരു നിമിഷം അതിന് ശക്തി ആർജിച്ചു. അത് അവിടുത്തെ തപോബലം കുറഞ്ഞുകൊണ്ട് അതിന് ശക്തി ആർജിച്ച സമയത്ത് അത് ജീവൻ എടുക്കാൻ തുടങ്ങി. അങ്ങനെ ഒരിക്കൽ ഒരു എക്സ്കർഷനൊക്കെ പോയ സമയത്ത് ഒരു പയ്യൻ വെള്ളത്തിലങ്ങ് പോയി. അതിൽ കുളിച്ചുകൊണ്ടിടയിൽ ഒഴുകിയങ്ങ് പോയി. അദ്ദേഹം മരണപ്പെട്ടു. അപ്പോഴും എന്തുകൊണ്ടാണെന്ന് ആർക്കറിയില്ല എന്ന്. പിന്നെ അത് 1 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു മരണം അവിടെ സംഭവിച്ചപ്പോഴത്തേക്ക് ഇവരത് ക്ലിയറാക്കാൻ തുടങ്ങി. എന്താണ് ഏതാണെന്ന് അന്വേഷിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അപ്പം പ്രശ്നം വെച്ച് തുടങ്ങിയപ്പോഴത്തേക്ക് ഇങ്ങനെ ഇതിൻ്റെ സാന്നിധ്യം അതാണ് ചെയ്തതെന്ന് പറഞ്ഞു. പിന്നെ വീണ്ടും രണ്ടാമത് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളിവിടുത്തെ കേരള രീതിയിലുള്ള ഒരു ആചാര്യനെ കാണുകയും അദ്ദേഹം നോക്കിയിട്ട് പറഞ്ഞ് അദ്ദേഹം നോക്കി പ്രശ്നം വെച്ചത് പറഞ്ഞ് പൂജയെ ഞാൻ മാറ്റിത്തരാം, ഒരു മരണം കൂടെ സംഭവിക്കുമെന്ന് പുള്ളി പറഞ്ഞു. 3 കണക്ക്, 2 പോയി ഇനി 1 കൂടെ നടക്കും പുള്ളി എന്ന് പറഞ്ഞു.
അങ്ങനെ അദ്ദേഹം പൂജയൊക്കെ ചെയ്തു, നല്ല രീതിയിൽ ചെയ്ത് അതിനെ എടുത്ത് ഇടയ്ക്ക് ഒരുപാട് വിഷമിച്ച് അതേ പറഞ്ഞു ഒരുപാട് ബുദ്ധിമുട്ടി. എന്നാൽ രാത്രി 12 അദ്ദേഹം അതിനെ ആവാഹിച്ചെടുത്തിട്ട് അതിനെ കൊണ്ട് തിരുവല്ലത്ത് കൊണ്ട് ഒഴുക്കി. അപ്പോഴേ അതേ പോകുമ്പോൾ ഒരു വാക്ക് പറഞ്ഞു, ഒന്നും കൂടെ ഉണ്ടാവും, അതുകൊണ്ട് കുറച്ച് ശ്രദ്ധിച്ചിരിക്കണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പറഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ അടുത്തൊരു മരണം കൂടെ അതുപോലെ സംഭവിച്ചു. അവിടെ ഉച്ചയ്ക്ക് വന്നൊരു പയ്യൻ വന്ന് അവിടെ ഇരുന്ന് സംസാരിച്ചിട്ട് പോയി. അദ്ദേഹം ആക്സിഡൻറ്റിലൂടെ മരണപ്പെട്ടു. അദ്ദേഹം പെട്ടെന്നൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു. ഇവിടെ നമ്മളെ മ്യൂസിയം സ്റ്റേഷൻ്റെ ഫ്രണ്ട് ആക്സിഡൻറ്റ് സംഭവിച്ചു. അപ്പോൾ തൊട്ട് പുറകെ വന്ന ഏഷ്യനെറ്റ് അവരാണ്, നമ്മളെ സുഹൃത്തുക്കളുണ്ടാകും, അവരാണ് എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ട് രക്ഷിക്കാനല്ല. അങ്ങനെ 3 മരണം നടന്നു. അല്ല, എന്നോട് സംശയം ചോദിക്കട്ടെ, അപ്പം ഈ ആശ്രമം എന്ന് പറയുമ്പോൾ അതൊരു പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമല്ലേ? അപ്പോൾ ഒരു പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ഒരു നെഗറ്റീവ് എനർജിക്ക് കടന്നു വരാൻ കഴിയുന്നത്? ഒരു ആശ്രമം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ ഇരിക്കുന്ന ആൾക്കാർ ആ പോസിറ്റീവ് എനർജി സ്വന്തം നമ്മുടെ എടുത്താലല്ലേ അതിൽ എനർജി. ഒരു വീടിന് എനർജി, ഒരു ക്ഷേത്ര എനർജി ഉണ്ടാകുന്നത് അവിടെ ഇരിക്കുന്ന പൂജ ചെയ്യുന്ന പൂജാരി ആ വിഗ്രഹത്തിന് പവർ ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ്. ആ ഒരു അനുഷ്ഠാന കർമ്മങ്ങൾ പറിച്ചിട്ട് വിധി പ്രകാരമുള്ള മന്ത്രജപം ചെയ്ത് അതിന് പവർ ഉണ്ടാക്കിയാൽ മാത്രമേ ആ വിഗ്രഹത്തിന് ശക്തി ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ ആ വിഗ്രഹം ബഹിർമുഖനാവും. അന്തരംഗവും ബഹിർമുഖൻ. അന്തരംഗം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പറയുക, അകത്തുള്ള തന്നെ ഒഴിഞ്ഞു കിടക്കുന്ന സമയമുണ്ട്. അതായത് ആ വിഗ്രഹത്തിന്, നമ്മളൊരു വിഗ്രഹത്തിന് നമ്മൾ മന്ത്രം കൊടുത്ത് അതിന് ശക്തി വരുത്തിയാൽ അതിന് ശക്തി കാണത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ചെയ്യത്തില്ല. അതാണ് ഞാൻ ഒരു എപ്പിസോഡിൽ പറഞ്ഞത്, അവിടുത്തെ ആചാര്യൻ കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ ബാക്കി പിന്നാമ്പുള്ള ആൾക്കാർ രക്ഷപ്പെടുത്തുള്ളൂ. അത് ആചാരം കറക്റ്റാണ്. അത് നമ്മൾ പൂജാതികാരം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാത്തതുകൊണ്ട് അതിന് ശക്തി വെച്ചു. ദൈവത്തിനെ പ്രതിഷ്ഠിച്ച അമ്പലത്തിൽ ദൈവത്തിന് ശക്തി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ ആർക്ക് ശക്തി ഉണ്ടാകും? പുറമേ ഇരിക്കുന്ന ഏതെങ്കിലും വിഗ്രഹത്തിന് ശക്തി ഉണ്ടാകും. അപ്പോൾ ഈ സന്യാസിമാർക്കാർക്കും അത്രത്തോളം തപോബലം ഇല്ലായിരുന്നു? തപോബലം ഇല്ലാത്തതുകൊണ്ടായിരിക്കും അത് നടന്നത്. അത് നമ്മൾ അന്വേഷിച്ചല്ലോ. ആ തപോബലം ഉണ്ടെങ്കിൽ അത് നടക്കുമായിരുന്നു. ഇപ്പോൾ വലിയൊരു സിദ്ധിയുള്ള ഒരു തന്ത്രിയാണ് ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയെങ്കിൽ ആ ക്ഷേത്രം വളരെ ഉയർത്തി നിലയിൽ പോകും. അതിനുദാഹരണമാണ് നമ്മൾ ആറ്റുകാൽ അമ്പലം. ആ തന്ത്രി ചെയ്ത പ്രതിഷ്ഠയും അവിടുത്തെ ആരാധന അനുഷ്ഠാനങ്ങൾ കൃത്യനിഷ്ഠയോടെ പോകുന്നതുകൊണ്ട് അത്രയും ഫേമസ് ആയിട്ട് പോകുന്നു. അവിടെ ഒരു ശക്തിയുണ്ട്. എത്രയോ അമ്പലങ്ങളുണ്ട് ശക്തി ശയിച്ചെടുക്കുന്ന അമ്പലങ്ങൾ. എന്തുകൊണ്ടാണ്? അവിടുത്തെ കൃത്യനിഷ്ഠയോടെ പൂജകൾ ചെയ്തില്ലെങ്കിൽ. അതാണ് പറയണത്. അതാണ് പറയുന്നത്, ഞാനൊരു സന്യാസിയാണെന്ന് പറഞ്ഞാൽ വേഷം ഇട്ടിട്ട് കാര്യമില്ല. ഈ സന്യാസി ഈ വേഷം ഇട്ടുകൊണ്ട് ചെയ്യേണ്ട കർത്തവ്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യും. രാവിലെ 3 മണിക്ക് എണീക്കണം, ബ്രഹ്മമുഹൂർത്തം എണിച്ച് തപോബലം ചെയ്ത് തപസ് അനുഷ്ഠിച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരിക്കലും സന്യാസി രീതി പോകണം. ഒരു സുപ്രഭാതം എല്ലാം കഴിഞ്ഞ് അദ്ദേഹം ദാമ്പത്യ ജീവിതത്തിലോട്ട് പോകും. ഞാൻ ആരെ കുറ്റം പറയുകയല്ല. നമ്മൾ ഏത് വേഷത്തിലും ആ വേഷത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും. ഞാൻ ഡോക്ടറാണെങ്കിൽ ഡോക്ടർ പഠിച്ച് ഡോക്ടറായി കഴിഞ്ഞാൽ ഞാൻ ആ പേഷ്യൻസിനെ കൃത്യമായിട്ടുള്ള മരുന്ന് എഴുതി കൊടുക്കണം. പനിക്ക് അസുഖമായിട്ട് വരുന്ന ആൾക്കാർക്ക് വയറിനുള്ള മരുന്ന് എഴുതി കൊടുത്താൽ ഞാൻ ഡോക്ടറായിട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്. അത് അറിഞ്ഞ് ചെയ്യണം. അവിടെ ഒരു ദുഷ്ടശക്തിക്ക് പവർ കൂടിയത് എന്തുകൊണ്ടാണ്? ഇത്രയും മരണം സംഭവിച്ചു. അതിന് ഉത്തരവാദി ആരാണ്? ഇത്രയും സന്യാസിമാർക്ക് പവർ ഇല്ലാതെ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു മരണം സംഭവിച്ചു. ഈ മരണത്തിന് ഉത്തരവാദി നഷ്ടപ്പെട്ടതാരാ? ഇത്ര ഒരു ആശ്രമത്തിനെ വിശ്വസിച്ച് മകനെ ആധ്യാത്മിക ജീവിതത്തിൽ കൂടെ നടക്കട്ടെ, അവൻ നല്ല വഴിയിലോട്ട് സഞ്ചരിക്കട്ടെ എന്ന് പറഞ്ഞ് അമ്മ എന്നോട് ചോദിച്ച ചോദ്യമുണ്ട്. ഇത്ര വലിയ ആശ്രമത്തിൽ ഇത്രയും വലിയ വിദ്യകൾ പഠിക്കുന്ന സത്യത മനസ്സിലാക്കുന്ന ഒരു ആശ്രമത്തിൽ മകനെ വിട്ടിട്ട് എൻ്റെ മകൻ്റെ ജീവൻ പോയി. അതിനാരും ഉത്തരവാദി എന്ന് പറഞ്ഞാൽ ആ ഉത്തരവാദം പറയാൻ ആരുമില്ല. ഉത്തരം ആരും പറയുന്നില്ല. പറയേണ്ട വ്യക്തികൾ പറയുന്നില്ല. ഇത് നമ്മളൊരു അനുഭവമാണ്. അതിനൊന്ന് മനസ്സിലാക്കി എന്നറിയാം. നമുക്ക് ആശ്രമമല്ല, നമ്മൾ എവിടെ നിൽക്കുന്ന അവിടെ നിന്ന് സ്പിരിച്വൽ പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് സ്വയം രക്ഷപ്പെടാം.